പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടനെ തൃശൂരിലെത്തിച്ച് തെളിവെടുത്തു. പുലിപ്പല്ല് വെള്ളിയിൽ പൊതിഞ്ഞു നൽകിയ വിയൂരിലെ ജ്വല്ലറിയിലെത്തിച്ചാണ് തെളിവെടുത്തത്. യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് അറിഞ്ഞില്ല ലോക്കറ്റ് കെട്ടി നൽകിയത് എന്ന് ജ്വല്ലറി ഉടമ സന്തോഷ് കുമാർ പറഞ്ഞു. ഇല്ല, ആളെനിക്ക് വേണ്ടാന്നൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് ആള് ട്രെൻഡിങ് ആയപ്പോഴാണ് നമുക്ക് ആളാണെന്ന് മനസ്സിലായത്. നമുക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് കല്ല് കെട്ടാൻ വന്നിട്ട് കൊണ്ടുവന്നിട്ടായിരുന്നു. വേടന്റെ വീട്ടിലെത്തിച്ചും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തെളിവെടുത്തു. വീട്ടുകാരോട് ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്ന് റാപ്പർ വേടൻ പറഞ്ഞു. സൂരജ് സജിയാണ് വിശദാംശങ്ങളുമായി. സൂരജ്, അങ്ങനെ തെളിവെടുപ്പ് തുടരുകയാണ്. ഇന്നിപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്? അനുജ, വിയൂരിലെ ജുവലറിയിലും അതുപോലെ തന്നെ വേടന്റെ വിയൂരിലെ തന്നെ വീട്ടിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. രാവിലെ ഈ ജുവലറിയിൽ എത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇവിടെ എത്തിയാണ് ഈ വെള്ളി കൊണ്ട് ഈ പുലിപ്പല്ല് കെട്ടി ലോക്കറ്റ് ആക്കുന്നത്. കടയുടമയോടും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ആരാഞ്ഞു. താനിത് യഥാർത്ഥ പുലിപ്പല്ലാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല ഈ ലോക്കറ്റായി കെട്ടി നൽകിയതെന്നുള്ളതാണ് കടയുടമ പറയുന്നത്. മറ്റൊരാളാണ് ആദ്യം ഇതിവിടെ എത്തിക്കുന്നത്. പിന്നീട് വാങ്ങുന്നതിന് വേണ്ടിയാണ് വേടനൊപ്പം ഒരാളുമായി ഇവിടെ എത്തുന്ന. ആ സമയത്ത് വേടനെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് മകനാണ് ഇത് വേടനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയതെന്നുള്ളതാണ് നിലവിൽ ഈ ജുവലറി ഉടമ നൽകിയിരിക്കുന്ന മൊഴി. സ്വാഭാവികമായും ഈ ജുവലറി ഉടമയെ സാക്ഷിയാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് വനംവകുപ്പ് നീങ്ങുന്നതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജുവലറി ഉടമയിൽ നിന്ന് മൊഴി രേഖാമൂലം തന്നെ എഴുതി ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു. വേടൻ ഈ ജുവലറി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് വേടന്റെ വീട്ടിലെത്തിയും വനംവകുപ്പ് തെളിവെടുപ്പ് നടത്തിയത്. അത് പ്രാഥമികമായ ഒരു നടപടി എന്ന രീതിയിലാണ് വീട്ടിലെത്തി ഈ തെളിവെടുപ്പ് നടത്തുകയുണ്ടായത്. അധിക നേരം പോലും നീണ്ടു നിന്നില്ല. ഒരു 10 മിനിറ്റ് ദൈർഘ്യത്തിൽ ഈ വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഈ വേടൻ ഈ മാധ്യമപ്രവർത്തകരോടായി പറഞ്ഞത് പാവങ്ങളാണ്, വീട്ടുകാരെ ചോദിച്ചുപദ്രവിക്കരുത് എന്നുള്ളതായിരുന്നു വേടൻ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം. അതിനുശേഷം ഇപ്പോൾ ഈ വനംവകുപ്പ് സംഘം ഈ വേടനുമായി വീണ്ടും കോടനേട്ടേക്ക് തന്നെ യാത്ര തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അനുജ, ഇതിലിപ്പോൾ ഈ പുലിപ്പല്ല് സമ്മാനിച്ചയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അതെങ്ങനെയാണ്? രഞ്ജിത്തിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ സൂരജ്? അനുജ, ഇന്ന് വനംവകുപ്പിന്റെ കസ്റ്റഡി കാലാവധി തീരുകയാണ്. ഇന്ന് സ്വാഭാവികമായും കോടതിയിൽ ഹാജരാക്കി പിന്നീട് ജയിലിലേക്ക് മാറ്റേണ്ടതാണ്. കാരണം വെള്ളിയാഴ്ചയാണ് ഈ ജാമ്യാപേക്ഷ അടക്കം പരിഗണിക്കാനിരിക്കുന്നത്. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഈ കേസിൽ ഇതൊരു ഉപഹാരമായി ലഭിച്ചു എന്നുള്ളതാണ് വേടനടക്കം നൽകിയിരിക്കുന്ന മൊഴി. അതുകൊണ്ട് തന്നെ ഇത് നൽകിയ രഞ്ജിത്തിനെ കണ്ടെത്തുക എന്നുള്ളതാണ് വനംവകുപ്പിനെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമായി മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രഞ്ജിത്തിനെ കണ്ടെത്തുന്നതിനുള്ള നീക്കങ്ങളും അന്വേഷണങ്ങളും എല്ലാം സമാന്തരമായി തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുന്നുണ്ട്. അതിനിടയിലാണ് ഈ വേടനെ എത്തിച്ച് കൂടുതൽ സ്ഥലങ്ങളിൽ എത്തിച്ച് ഈ തെളിവെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. കാരണം ഇത് യഥാർത്ഥ പല്ലാണ് എന്ന് വേടൻ അറിയാമായിരുന്നു, അല്ലെങ്കിൽ ബോധപൂർവം ഇത്തരത്തിൽ ഇതൊരു ലോക്കറ്റാക്കി മാറ്റുകയായിരുന്നു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് വനംവകുപ്പ് നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ ജുവലറിയിൽ അടക്കം എത്തിച്ച ഇപ്പോൾ ഈ തെളിവെടുത്തിരിക്കുന്നത്. എന്തായാലും കോടനാട്ട് എത്തിച്ചതിന് ശേഷം വീണ്ടും വേടനെ ചോദ്യം ചെയ്തേക്കും, വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിയും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അനുജ, പുലിപ്പല്ല് കേസിലാണ് വിവിധയിടങ്ങളിൽ റാപ്പർ വേടനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത്.